എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, മിക്കവർക്കും തന്നെ പറ്റുന്ന ഒരു കുഴപ്പമാണ്. നമ്മൾ ആരുടെയെങ്കിലും പുറകെ നടക്കാൻ ശ്രമിക്കും. അതായത് അവരെന്നെ ഇഷ്ടപ്പെടണം, അവരെ എന്നെ സ്നേഹിക്കണം, അവരെനിക്കെല്ലാം എന്നൊക്കെ വിചാരിക്കും നമ്മളില്ലേ. നമ്മൾ എന്നിട്ട് അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം അവരൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴോ നമുക്ക് ഭയങ്കര വിഷമമാണ്. അത് ഉദാഹരണമായിട്ട് വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് അയച്ചു, അവർ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം കേട്ടോ. അതല്ല അവർ എന്തെങ്കിലും ഒരു ആഴ്ച ഇത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിഷമം. ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും പുറകെ നമ്മളിങ്ങനെ ഓരോ ഹസ്ബൻഡാട്ടെ അല്ലെങ്കിൽ വൈഫാട്ടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒന്ന് മിണ്ടാണ്ടിരുന്നിട്ട് എന്തോരം നേരമായി ചോദിക്കാൻ തുടങ്ങിയിട്ട് നിനക്കൊന്ന് മിണ്ടാണ്ടിരുന്നതന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിഷമാകും ഇല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യും, നമ്മൾ പിന്നെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യും. അന്നത്തെ ദിവസം നമുക്ക് മൂഡ് ഓഫ് ആകുകയും ചെയ്യും. മിക്കവർക്കും തന്നെ സംഭവിക്കുന്ന ഒരു കുഴപ്പം എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഞാനപ്പോൾ വിചാരിക്കണ എന്നാന്നറിയോ, എനിക്ക് എന്തിഷ്ടമാണ് എന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല. വേറെ വല്ല കൂട്ടും കാണും, അങ്ങേർക്ക് വല്ല കൂട്ടും കാണും, അല്ലെങ്കിൽ അവൾക്ക് വേറെ വല്ല കൂട്ടൊക്കെ കാണും, അതായിരിക്കാം. നമ്മളെക്കാളും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തങ്ങ് കാട് കയറും. എന്നിട്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവ് മുഴുവൻ നമ്മൾ ആവശ്യമില്ലാത്ത കഥകളൊക്കെ ഒരു സിനിമ കാണും പോലെ ഇരുന്നങ്ങ് കാണാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ശരിയായിരിക്കും, എൻ്റെ മനസ്സിലങ്ങനെ തോന്നി, കഷ്ടകാലത്തിനൊരു പല്ലിയെങ്ങാനും ചലിച്ചാൽ മതി, അത് സത്യമാണ് എന്നിങ്ങനെ നമ്മൾ വിചാരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറെ കുഴപ്പം കൊണ്ടുണ്ട്. ഈ കാര്യം നമ്മളെ അടുത്തുള്ള ആരോടെങ്കിലും പറയുകയും ചെയ്യും. ഒന്നെങ്കിൽ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ വീട്ടിലെ സഹോദരങ്ങളാകാം, ആരോടെങ്കിലുമൊക്കെ ചെന്ന് പറയും. ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിച്ചു കൂട്ടിയ കാര്യമായിരിക്കും പറയണത്. നമ്മുടെ മനസ്സിൽ തോന്നിയ കുസൃതിയായൊരു ചിന്തയായിരിക്കാം പിന്നീട് വലിയ ഭൂകമ്പത്തിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും ശരിയായിരിക്കില്ല. നമ്മൾ ഈ ഓരോരുത്തരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ചിലർക്ക് അതെന്നാണെങ്കിലും ഇതെന്തൊരു ശല്യമാണ്, ഇങ്ങനെ നമ്മുടെ പുറകെ തന്നെ നടക്കുക, ഇത് ആവശ്യത്തിന് കാര്യം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്ത വരും. ചിലർക്കുണ്ട് നമ്മൾ പുറകെ നടക്കുമ്പോൾ കുറച്ചുകൂടെ നടക്കട്ടെ, വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചിന്ത വരും. ആ സമയത്ത് നമ്മളെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുകയും നമ്മളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അവരൊന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണില്ല. അവരെ നമ്മളങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എന്നെന്താ പറയണത് ഉപേക്ഷിക്കും. അവരുടെ അടുത്ത് നമ്മളൊരു കാര്യം പറയാനും പോകില്ല. ഇവരുടെ പുറകെ നടന്നവരെ കാര്യം നടക്കുകയും ചെയ്യും, ഇവരോട് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും, ഇവരൊട്ടുകാര്യം ചെയ്യുകയില്ല. എന്നാൽ ഈ നമ്മളീ പുറകെ നടക്കുന്ന മനുഷ്യർ നമ്മുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുക്കുകയും ചെയ്യും. പൈസ വേണോ അത് മേടിച്ചെടുക്കും, വേറെ എന്തെങ്കിലും സഹായം വേണോ അവരുടെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നേടിയെടുക്കുകയും ചെയ്യും. എന്നാൽ ദൂരെ നിന്ന് മാറി നമ്മൾ നോക്കുന്നവർ നമ്മുടെ അടുത്തൊരു സഹായത്തിനും വരുന്നില്ല. അവർ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരികയും ചെയ്യും. ശരിയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ച ഒരു കാര്യമാണ്. നമുക്ക് പറയേണ്ടവരോട് മാത്രം കാര്യങ്ങൾ പറയുക. എല്ലാവരുടെയും ഒന്നും പുറകെ ഇരന്നുകൊണ്ട് നടന്നിട്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്താലേ പറ്റുകയുള്ളൂ. ഒരാളുടെ സഹായം ചോദിക്കാം, ചെയ്തു തരും എന്നുണ്ടെങ്കിൽ മാത്രം. അതല്ലാതെ എല്ലാവരുടെയും പുറകെ നടന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടന്നാൽ നമുക്കൊരു വിലയില്ലാണ്ടാകുകയുള്ളൂ. അത് സത്യമായ കാര്യമാണ്. നമ്മളെ അവർ ആ രീതിയിലേക്ക് കാണുകയുള്ളൂ. നമ്മളൊരു ശല്യമായിട്ട് അവർക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ചോദിക്കാതെ ഇരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ പൈസ തന്നെ സഹായിക്കുകയെന്ന് ചോദിച്ചു, സ്ഥിരം അയാളോട് പൈസ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അയാൾ പറയും, ദൈവമേ ഫോൺ എടുക്കണ്ട, പൈസയ്ക്കായിരിക്കും എന്നിങ്ങനെ പറയും. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അത്യാവശ്യം കാര്യത്തിനായിരിക്കും. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നമ്മളൊരു മനുഷ്യർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലേ. അതുപോലെ തന്നെ എന്ത് സഹായമാണ്, ചിലരുണ്ട് നമ്മൾ ആരെങ്കിലും ഒരു വലിയ അത്യാവശ്യം ഒരു പ്രശസ്തനായ ഒരാളെ അറിയാമെങ്കിൽ അവരുടെ കെയർ ഓഫിൽ നമുക്കൊരു ജോലി കിട്ടാമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട കുറേ പേരെ ഈ മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് ജോലി മേടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് ചോദിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയണം, മറ്റവർക്ക് അറിയേണ്ട കാര്യം. അവർക്ക് കാര്യം സാധിച്ചോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ കാര്യം മാത്രം സാധിച്ചു തന്നില്ല, ഇത്രയും വലിയ ബന്ധമൊക്കെ ഉണ്ടായിട്ട് എന്തേ സാധിച്ചു തരാത്തെ എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങളും പറയും. അപ്പം നമ്മളെപ്പോഴും ഓർക്കുക, നമ്മൾ ഒരാളുടെ പുറകെ നടക്കുമ്പോൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ഏത് സമയം എല്ലാ കാര്യത്തിനും ആശ്രയിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ നമ്മുടെ പുറകെ ഒരാൾ നടക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അതുപോലെയാണ് മറ്റുള്ളവർക്കും അത് ചിന്തിക്കുക.
പിന്നെ ദൂരെ നിന്ന് നമ്മളെ നോക്കിക്കാണുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. അവരായിരിക്കും എപ്പോഴും താങ്ങും തണനുമായിട്ടുള്ളവർ. ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇവർ പോകുന്നവരാണ്, നമ്മൾ പുറകെ പോയവരല്ല. അപ്പം എപ്പോഴും നമ്മൾക്ക് എന്താ പറയണേ, നമുക്കൊരു സാന്ത്വനം, നമുക്കൊരിഷ്ടം. അതല്ല ബന്ധങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? നല്ലൊരു കൂട്ടായിട്ട് ഏത് സമയത്തും നമ്മളൊരു കൂടെ നിൽക്കുന്നവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടി നിൽക്കാം. എപ്പോഴും ഒരു താങ്ങായി തണലായിരിക്കണം. അതല്ലാതെ മറ്റുള്ളവരുടെ പുറകാണ് നമ്മൾ സമയം കളയാതിരിക്കുക കേട്ടോ. അതൊരു ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.